സഭയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഡോക്ടർ ജോസഫ് മാർത്തോമ മെമ്മോറിയൽ ലെക്ചർ അതിൻ്റെ പ്രഥമ പ്രഭാഷണം സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ഏറ്റവും അഭിവന്ദ്യനായ ഡോക്ടർ തിയഡേഷ്യസ് മാർത്തോമ മെത്രാപ്പോലീത്ത തിരുമേനി, അഭിവന്ദ്യ ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ മെത്രാപ്പോലീത്ത തിരുമേനി, അഭിവന്ദ്യ തിമോത്തിയോസ് തിരുമേനി, അഭിവന്ദ്യ പൗലോസ് തിരുമേനി, അഭിവന്ദ്യ മക്കാറിയോസ് തിരുമേനി, അഭിവന്ദ്യ സ്റ്റെഫാനോസ് തിരുമേനി, സഭാ സെക്രട്ടറി ആദരണീയനായ KG ജോസഫ് അച്ഛൻ, സഭാ ട്രസ്റ്റി അൽമായ ട്രസ്റ്റി ശ്രീ PP അച്ഛൻ കുഞ്ഞ്, നിയുക്ത സഭാ സെക്രട്ടറി CB സൈമൺ അച്ഛൻ, വൈദിക ട്രസ്റ്റി ആദരണീയനായ മോൻസി ഫിലിപ്പ് അച്ഛൻ, അൽമായ ട്രസ്റ്റി ശ്രീ രാജു ജേക്കബ് സാറ്, സന്നിഹിതരായിട്ടുള്ള അഭിവന്ദ്യരായ വൈദിക ശ്രേഷ്ഠരെ, ജനപ്രതിനിധികളെ, സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും എൻ്റെ വിനയപൂർവമായ സ്നേഹ നമസ്കാരത്തെ അറിയിക്കട്ടെ. വീണുകിട്ടിയ ഭാഗ്യം എന്ന് നാം ചില സന്ദർഭങ്ങളെപ്പറ്റി പറയാറുണ്ടല്ലോ. ഈ മാസം എനിക്ക് വീണ് കിട്ടിയ 2 ഭാഗ്യങ്ങളും മാർത്തോമാ സഭയിൽ നിന്നാണ് എന്ന് ഞാൻ സന്തോഷത്തോടെ ഓർമ്മിക്കുന്നു. ഒക്ടോബർ 3-ാം തീയതി അഭിവന്ദ്യ ബർണബാസ് സഫ്രഗൻ മെത്രാപ്പോലീത്ത തിരുമേനിയുടെ ക്ഷണപ്രകാരം തിരുവനന്തപുരത്ത് ഡോക്ടർ യുഹാനോൻ മാർത്തോമ സ്മാരക പ്രഭാഷണം നിർവഹിക്കുന്നതിന് സാധിച്ചു. ഇപ്പോൾ അഭിവന്ദ്യ മെത്രാപ്പോലീത്തായുടെ നിർദ്ദേശപ്രകാരം സഭയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കപ്പെടുന്ന പ്രഥമ ഡോക്ടർ ജോസഫ് മാർത്തോമ മെത്രാപ്പോലീത്ത സ്മാരക പ്രഭാഷണവും നിർവഹിക്കാൻ സാധിക്കുന്നത് വലിയ ദൈവാനുഗ്രഹവും ഭാഗ്യവുമായി ഞാനും കാണുകയാണ്. എനിക്ക് ലഭിക്കാവുന്ന ബഹുമതികളിലൊന്നാണിതെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ അനുഗ്രഹങ്ങളിലൊന്ന് മാർത്തോമാ സഭയിലെ യുഹാനോൻ തിരുമേനി മുതലുള്ള എല്ലാ മെത്രാപ്പോലീത്തമാരെയും അറിയാനും അവരുടെ വാത്സല്യം കരുതൽ അനുഭവിക്കാനുമുള്ള ഭാഗ്യമുണ്ടായിട്ടുണ്ട്. മിക്കവാറും എല്ലാ തിരുമേനിമാരുമായും ഒരു സന്ദർഭത്തിൽ അല്ലെങ്കിൽ മറ്റൊരു സന്ദർഭത്തിൽ ഇടപെടാനും ഒട്ടേറെ വൈദിക ശ്രേഷ്ഠരുമായി ഓരോ രംഗത്ത് ചേർന്ന് പ്രവർത്തിക്കാനും സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും ഞാനിപ്പോൾ സന്തോഷത്തോടെ ഓർമ്മിക്കുകയാണ്. ഡോക്ടർ ജോസഫ് മാർത്തോമ മെത്രാപ്പോലീത്ത തിരുമേനിയെ അടുത്ത് അറിയുവാനും തിരുമേനിയോട് അടുത്ത് ഇടപഴകാനും തിരുമേനിയുടെ വിശ്വാസം ആർജിക്കാനും തിരുമേനിയുടെ സ്നേഹവാത്സല്യങ്ങൾ അനുഭവിക്കാനും കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിലെ മഹാഭാഗ്യങ്ങളിലൊന്നായി കരുതുവാനാണ് എനിക്കിഷ്ടം.
എല്ലായ്പ്പോഴും മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പൊലീത്ത തിരുമേനിയും ഡോക്ടർ ജോസഫ് മാർത്തോമ മെത്രാപ്പൊലീത്ത തിരുമേനിയും എന്നെ അവരുടെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു എന്നുള്ളത് എന്നെ എപ്പോഴും ദൈവകൃപയ്ക്ക് നന്ദി പറയാൻ പ്രേരിപ്പിച്ചിട്ടുള്ള 2 ജീവിതാനുഭവങ്ങളാണ്. മാർത്തോമാ സഭയിലെ ഒരംഗമായി തന്നെ എല്ലാ തിരുമേനിമാരും വൈദിക ശ്രേഷ്ഠരും ഒട്ടേറെ ആത്മായ നേതാക്കന്മാരും എന്നെ പരിഗണിക്കുന്നു എന്നുള്ളതും എൻ്റെ ഭാഗ്യങ്ങളിലൊന്നായി തന്നെയാണ് ഞാൻ കരുതുന്നത്. അതെൻ്റെ അവകാശവുമാണ്. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ എൻ്റെ അമ്മ മാർത്തോമാ സഭയിൽപ്പെട്ട ആളായിരുന്നു വിവാഹം വരെ. അമ്മയുടെ ഇടവകയും പൗലോസ് തിരുമേനിയുടെ ഇടവകയും ഒന്നാണ്. മാങ്ങാനം മാർത്തോമാ പള്ളിയാണ്. അതുകൊണ്ട് തിരുമേനിയുമായും അമ്മ വീടിൻ്റെ തൊട്ടടുത്തുള്ള കുടുംബത്തിൽ നിന്നുള്ള എന്നേക്കാൾ ഏറെ പ്രായം കുറവായിട്ടുള്ള തിരുമേനിയെ ബാബുവായും ബാബു അച്ഛനായും പിന്നീട് പൗലോസ് തിരുമേനിയുമായും ഒക്കെ അടുത്തറിയാൻ എനിക്ക് കഴിഞ്ഞതും എൻ്റെ ഒരു സന്തോഷാനുഭവങ്ങളിലൊന്നായി ഞാൻ പരിഗണിക്കുന്നു. ഇതോടൊപ്പം തന്നെയാണ് മാർത്തോമാ സഭയിൽ ഒട്ടേറെ അവസരങ്ങളിൽ വന്ന് സംബന്ധിക്കുവാനും ചില സന്ദർഭങ്ങളിലൊക്കെ സദസ്സുകളെ അഭിമുഖീകരിക്കാനും എനിക്ക് അനുഗ്രഹം വന്നു. ഏറ്റവും വലിയ ഭാഗ്യാനുഭവങ്ങളിലൊന്നായി ഞാൻ കരുതുന്നത് അലക്സാണ്ടർ മെത്രാപ്പൊലീത്ത തിരുമേനി ഞാൻ കേരള മദ്യ നിരോധന കൗൺസിലിൻ്റെ പ്രൊഹിബിഷൻ കൗൺസിലിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന കാലത്ത് വളരെ പ്രായം കുറവായിരുന്നപ്പോൾ മരാമൻ കൺവെൻഷനിലെ ബുധനാഴ്ച ദിവസം സാമൂഹ്യ തിന്മകൾക്കെതിരായി അന്ന് അതിനെ മദ്യവർജന സമ്മേളനമെന്നാണ് പറഞ്ഞിരുന്നത്. അക്കാലത്ത് പിന്നീടാണ് നമ്മൾ പേര് മാറ്റിയത്. എല്ലാ സാമൂഹ്യ തിന്മകൾക്കുമെതിരെ ആ മദ്യവർജന സമ്മേളനത്തിൽ വെച്ചാണ് എനിക്ക് ആദ്യമായി മരാമൻ കൺവെൻഷനിൽ പ്രസംഗിക്കാനുള്ള അനുഗ്രഹഭാഗ്യം സിദ്ധിച്ചതെന്ന് ഞാൻ ഓർക്കുന്നു. പിന്നീട് ഓരോരോ ഘട്ടങ്ങളിലായി 4-5 പ്രാവശ്യം വ്യത്യസ്ത സമ്മേളനങ്ങളിൽ പങ്കെടുക്കാനും സാധിച്ചത് ഞാൻ ഈ അവസരത്തിൽ അഭിമാനത്തോടെയും സന്തോഷത്തോടെയും കടപ്പാടോടെയും ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് മാത്രം. പൂർവികരെ ഓർമ്മിക്കുക എന്നത് അതിനാൽ തന്നെ ഒരു വലിയ പുണ്യമാണെന്ന് നമുക്കറിയാം. സ്വന്തം പൂർവികരെക്കുറിച്ചുള്ള ഓർമ്മയും അഭിമാനവും യഹൂദ പാരമ്പര്യത്തിൻ്റെ ഒരു ആത്മാംശമായി വേദപുസ്തകത്തിലും പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ. ഭാരതീയ സംസ്കാരത്തിൻ്റെയും ഒരു അവിഭാജ്യ ഘടകമാണ് പൂർവിക സ്മരണ എന്ന് നമുക്കറിയാം. നമ്മുടെ ഓർമ്മ പെരുന്നാളുകളും ശ്രാദ്ധ പ്രാർത്ഥനകളുമൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. നമ്മുടെ സാമൂഹ്യ ഘടനയുടെയും ഒരു ഭാഗമാണിപ്പോൾ ഇത്തരം അനുസ്മരണകൾ എന്ന് നമുക്കറിയാം. മരണാനന്തര ജീവിതത്തിൽ വിശ്വാസമില്ല എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രവാദികൾ പോലും ഇപ്പോൾ അവരുടെ നേതാക്കളുടെ ഓർമ്മയും ആദരപൂർവം ആചരിക്കുന്നുണ്ട് എന്ന് നമ്മൾ കണ്ടുകൊണ്ടാണിരിക്കുന്നത്.
ഓർമ്മിക്കേണ്ടവരെ നമ്മൾ ഓർമ്മിച്ചാലും ഓർമ്മിക്കാതെ പോയാലും അവരുടെ മഹത്വത്തിന് കോട്ടമൊന്നും വരുന്നില്ല എന്ന് നമുക്കറിയാം. ഓർമ്മിച്ചാൽ അതിൻ്റെ പുണ്യവും ഓർമ്മിക്കാതെ പോയാൽ അതിൻ്റെ പുണ്യനഷ്ടവും ഓർമ്മിക്കാൻ ബാധ്യതപ്പെട്ടിട്ടുള്ള എനിക്കും നിങ്ങൾക്കുമാണ്. ഡോക്ടർ ജോസഫ് മാർത്തോമ മെത്രാപ്പോലീത്തെ മിക്കവരും ഐറേനിയസ് തിരുമേനി എന്നാണല്ലോ പറഞ്ഞിരുന്നത്. തിരുമേനി മെത്രാപ്പോലീത്ത ആയ ശേഷവും പലരും അങ്ങനെ തന്നെ തുടർന്നും പറഞ്ഞിരുന്നവരെ എനിക്കറിയാം. അത് മെത്രാപ്പോലീത്തയുടെ ഒരു തനത് വ്യക്തിത്വത്തിലേക്ക് കൂടി വെളിച്ചം വീശുന്ന ഒന്നാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അത്തരം ഒരു സവിശേഷതയാണ്. ചിലർ പദവി വരുമ്പോൾ പേര് മാറിയാലും ആളുകൾ അവരെ പഴയ പേരിൽ തന്നെ വിളിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് അതിൻ്റെ സവിശേഷതയായി നമ്മൾ കാണുന്നത്. തീർച്ചയായും പാലക്കുന്നത്ത് ജനിച്ചതുകൊണ്ട് തിരുമേനിക്കൊരു യുണീക്ക്നെസ്, സമാനതകളില്ലാത്ത ഒരു പ്രഭുത്വ പ്രൗഢി എന്ന് ഞാൻ പറയും. അത് സമാനതകളില്ലാത്തതാണ്. അതിൻ്റെ പ്രഭയുണ്ട്, പ്രഭുത്വമുണ്ട്, പ്രൗഢിയുമുണ്ടായിരുന്നു തിരുമേനിക്ക്. തിരുമേനിയും അത് ആസ്വദിച്ചിരുന്നു എന്നുള്ളതാണ്. അതിൽ തിരുമേനിയും അഭിമാനിച്ചിരുന്നു. നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യം, സിംഹത്തിന് അതിൻ്റെ ഒരു പ്രതാപം വനത്തിലെ മൃഗങ്ങൾ മാത്രമല്ല, നാട്ടിലെ മനുഷ്യരും അനുവദിച്ചു കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ലയൺ എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിലും അത് സൃഷ്ടിക്കുന്ന ഒരു മനോഭാവ മാറ്റമുണ്ട് എന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. സിംഹത്തെ ആരാധനയോടെ കാണുന്നവരും എപ്പോഴും ന്യായമായ ഒരു അകലം പാലിച്ച് നിൽക്കാറുള്ളൂ. സിംഹവും അങ്ങനെയാണ്. മറ്റുള്ളവരിൽ നിന്ന് അല്പം അകലം പാലിക്കും. ഇത് സിംഹത്തിൻ്റെ നടപ്പിലും നിൽപ്പിലും നോട്ടത്തിലും എല്ലാം നമ്മൾ കാണുന്ന ഒരു വ്യത്യസ്തതയാണ്. ഡോക്ടർ ജോസഫ് മാർത്തോമ മെത്രാപ്പോലീത്ത തിരുമേനി നമ്മെ ഓർമ്മിപ്പിച്ചിരുന്നത് അത്തരം ഒരു തരം സിംഹപ്രൗഢിയാണ്. സിംഹത്തോടല്ലാതെ നമുക്ക് അദ്ദേഹത്തെ സിംഹരാജനോട് എന്നാണല്ലോ നമ്മൾ സിംഹത്തെ പറയുന്നത്, തിരുമേനിയെ ഉപമിക്കാൻ സാധ്യമാവുകയില്ല എന്നുള്ളതാണ് സത്യം. കാഴ്ചയിലും വാക്കിലും തീരുമാനങ്ങളിലുമെല്ലാം തിരുമേനി എപ്പോഴും ഈ സിംഹത്വത്തെ പ്രതിഫലിപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. അത് തിരുമേനി നിലനിർത്തിയിരുന്നു. സിംഹത്വത്തിൽ എപ്പോഴും ഒരു രാജത്വമുണ്ട് എന്ന് നമുക്കറിയാം, ഒരു റോയൽറ്റി. നാം ആരെപ്പറ്റിയെങ്കിലും അവർക്ക് വിശേഷണമായി ഹീസ് എ ലയൺ എന്ന് പറയുമ്പോൾ അതിലടങ്ങിയിട്ടുള്ള രാജത്വത്തെയാണ്, റോയൽറ്റി അല്ലെങ്കിൽ രജോ ഗുണത്തെയാണ് മനസ്സിൽ കാണുന്നത് എന്നുള്ളതിൽ സംശയമില്ല. ഡോക്ടർ ജോസഫ് മാർത്തോമ തിരുമേനിയെക്കുറിച്ചും ഒരു മനസാക്ഷിക്കുത്തുമില്ലാതെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു വിശേഷണമാണ് ഇതെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാ അർത്ഥത്തിലും ഡോക്ടർ ജോസഫ് മാർത്തോമ മെത്രാപ്പോലീത്ത ഒരു ലയൺ ആയിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കാൻ പറ്റുന്ന ലയൺസ് ഒന്നും ഒരു സഭയിലും കേരളത്തിൽ ആ സമയത്ത് ഉണ്ടായിട്ടില്ല എന്നെനിക്ക് ഉറപ്പായും പറയാൻ കഴിയും. അതുകൊണ്ടാണ് കേരളത്തിലെ വ്യത്യസ്ത സഭാ നേതാക്കൾക്കിടയിലെ
ഒരു സിംഹരാജൻ, ലയൺ കിങ് എന്ന് ഐറേനിയസ് തിരുമേനിയെ സർവരും, അദ്ദേഹത്തിൻ്റെ സഭയിലുള്ളവരും അല്ലാത്തവരും പരിഗണിച്ചിരുന്നത് എന്നുള്ളതാണ് സത്യം. ജ്യോതിഷികൾ പറയുന്നത് ചിലർക്ക് ചിലത് ജന്മഭാഗ്യം, ചിലർക്ക് കർമ്മഭാഗ്യം, ചിലർക്ക് അധികാരഭാഗ്യം അല്ലെങ്കിൽ പദവി ഭാഗ്യം, രാജയോഗം എന്നൊക്കെ പറയുമല്ലോ അവർ. ചിലർക്ക് ധനഭാഗ്യം, ലക്ഷ്മി പ്രസാദം എന്നവർ പറയും. ചിലർക്ക് ഹംസയോഗമാണ്, ധാരാളം സുഹൃത്തുക്കളെ ഉണ്ടാവുക, അതും ഒരു യോഗമാണ്. ഐറേനിയസ് തിരുമേനിക്ക് സർവനക്ഷത്ര ഭാഗ്യമായിരുന്നു എന്ന് പറയാനാണ് തിരുമേനിയുടെ ജീവിതം നമ്മെ പ്രേരിപ്പിക്കുന്നത്. അദ്ദേഹം ഒരു സർവനക്ഷത്ര ഭാഗ്യവാനായിരുന്നു എന്നുള്ളതാണ്. ഏത് നക്ഷത്രം നൽകുന്ന യോഗവും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചേർന്ന് നിൽക്കുമായിരുന്നു, അനുയോജ്യമായി കാണാൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ്. സന്യാസയോഗം, കർമ്മയോഗം, രാജയോഗം, ഇത് മൂന്നും തിരുമേനിക്ക് സ്വായത്തമായിരുന്നു. അത് തിരുമേനിയുടെ നിയോഗമായിരുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ വിധിഭാഗ്യം, ഡെസ്റ്റിനി എന്ന് നമ്മൾ പറയും. എന്നാൽ തിരുമേനി ഇതിനെല്ലാം എപ്പോഴും കരുതിയിരുന്നത് തിരുമേനിക്ക് ലഭിച്ച അപാരമായ ദൈവപ്രസാദം ആയിട്ടാണ്. അതാണ് തിരുമേനിയുടെ സവിശേഷത. ഇതിനെയൊന്നും തിരുമേനി നക്ഷത്രഭാഗ്യങ്ങളായി ഒരിക്കലും കാണുകയോ പറയുകയോ ചിന്തിക്കുകയോ ചെയ്തിട്ടില്ല. തിരുമേനി തനിക്ക് ലഭിച്ച ഈ നിയോഗങ്ങളെല്ലാം, തനിക്ക് ലഭിച്ച ഈ യോഗങ്ങളെല്ലാം ദൈവപ്രസാദം എന്ന് കാണാനാണ് ഇഷ്ടപ്പെട്ടത്. പാലക്കുന്നത്തിൻ്റെ പാരമ്പര്യ പൈതൃകത്തിൽ തിരുമേനി എന്നും അഭിമാനിച്ചിട്ടുള്ള ആളാണ്. അത് അദ്ദേഹത്തിന് കൊടുത്തിരുന്ന ആത്മവിശ്വാസവും ഒട്ടും ചെറുതായിരുന്നില്ല എന്നുള്ളതാണ്. ഒട്ടും ചെറുതായിരുന്നില്ല. പാലക്കുന്നത്ത് മൽപ്പാൻ്റെ പിന്മുറക്കാരൻ എന്നത് തിരുമേനി ധരിച്ചിരുന്ന മപ്സനസയ്ക്ക് കൂടുതൽ ആത്മീയ ശോഭ നൽകി എന്നുള്ളതാണ് ഒരു വസ്തുത. ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിലും അത്തരം ഒരു ചിന്ത ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് സഭയിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കും നിലപാടുകൾക്കും കൂടുതലായ ഒരു ഓതൻറ്റിസിറ്റി, ഒരു ആധികാരികത കൊടുത്തിരുന്നു എന്നത് നമുക്ക് നിഷേധിക്കാൻ നിവൃത്തിയില്ല. അനിഷേധ്യമായ ഒരു യാഥാർത്ഥ്യമായി അത് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇതിനെല്ലാം വലിയ കൃപകളായിട്ടാണ് തിരുമേനി കണ്ടത്. വലിയ കൃപകളായി കണ്ടു. വിശുദ്ധ പൗലോസിനെ ആയിരുന്നു തിരുമേനിക്ക് ഇഷ്ടം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം ഞാൻ സകലത്തിനും മതിയായവൻ, അതായിരുന്നു തിരുമേനിയുടെ മനോഭാവം. പൗലോസിനെ പോലെ തന്നെ തിരുമേനിയും അതെപ്പോഴും തന്നോട് തന്നെ ഉണ്ടാവണമെന്ന് ഞാൻ വിചാരിക്കുന്നു. ശക്തനാക്കുന്നവൻ മുഖാന്തിരം ഞാൻ സകലത്തിനും മതിയായവൻ. തിരുമേനി സകലത്തിനും മതിയായവനായിരുന്നു എന്നുള്ളതാണ് തിരുമേനി തന്നെ തൻ്റെ ജീവിതം കൊണ്ട് നമ്മുടെ കാലചരിത്രത്തിൽ സാക്ഷ്യപ്പെടുത്തിയത്. ഈ ഒരു ബോധ്യം, ഈ ഒരു ധൈര്യം എന്നും ഐറേനിയസ് തിരുമേനിയെ നയിച്ചിരുന്നു. അതാണ് തിരുമേനിയെ നിർഭയനാക്കിയിരുന്നത്. തിരുമേനിയുടെ നിർഭയത്വത്തിൻ്റെ കാരണം അതായിരുന്നു, സോഴ്സ് അതായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. തൻ്റെ പിൻഗാമിയായിരുന്ന ഐറേനിയസ് തിരുമേനിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ മുൻഗാമിയായിരുന്ന മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പോലീത്ത പറഞ്ഞ പ്രശംസ ഒരുപക്ഷെ ഡോക്ടർ ജോസഫ് മാർത്തോമ തിരുമേനിക്ക് ലഭിച്ച ഏറ്റവും അർഹവും അനുയോജ്യവുമായ പ്രശംസയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു.
മെത്രാപ്പോലീത്തയുടെ പൗരോഹിത്യ പദവിയുടെ വജ്ര ജൂബിലി 60 വർഷമായ സമയത്ത് തിരുമേനി പറഞ്ഞ പ്രശംസ, പാരമ്പര്യത്തിൽ ധന്യൻ, സ്വന്തം കഴിവുകളിൽ ധനാഢ്യൻ, ബന്ധങ്ങളിൽ നിപുണൻ, പ്രവർത്തനങ്ങളിൽ കർമ്മകുശലൻ, നേതൃഗുണങ്ങളിൽ അനുഗ്രഹീതൻ. ഒട്ടും അതിശയോക്തി കലരാത്ത ഒരു പ്രശംസയെന്നോ അല്ലെങ്കിൽ പിൻഗാമിക്ക് മുൻഗാമി നൽകിയ സാക്ഷ്യപത്രമെന്നോ എന്തു വേണമെങ്കിലും നമുക്ക് പറയാം. പക്ഷേ ക്രിസോസ്റ്റം തിരുമേനി പറഞ്ഞത് പതിരില്ലാത്ത സത്യമായിരുന്നു എന്നതാണ് ശരി. അതാണ് കാതലായ കാര്യവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി തിരുമേനിയുടെ പിൻഗാമി പറഞ്ഞതുകൂടി പറഞ്ഞാൽ വിലയിരുത്തൽ പൂർണ്ണമാകൂ എന്ന് ഞാൻ കരുതുന്നു. തിയഡേഷ്യസ് തിരുമേനി അന്ന് ജൂബിലി വേളയിൽ പറഞ്ഞ ഒരു പ്രശംസ വചനം കൂടി ഞാൻ പറയട്ടെ. പുത്തൻ മാനവികതയ്ക്കായി സഭയെയും സമൂഹത്തെയും നിരന്തരം ആഹ്വാനം ചെയ്യുന്ന ഒരു മതമേലധ്യക്ഷനാണ് ഡോക്ടർ ജോസഫ് മാർത്തോമാ തിരുമേനി എന്നായിരുന്നു. പുത്തൻ മാനവികതയ്ക്കായി, ന്യൂ ഹ്യൂമനിസം, സഭയെയും സമൂഹത്തെയും നിരന്തരം ആഹ്വാനം ചെയ്യുന്ന ഒരു മതമേലധ്യക്ഷൻ, മതാചാര്യൻ, അതായിരുന്നു ജോസഫ് മാർത്തോമാ തിരുമേനി എന്നാണ് തിയഡേഷ്യസ് തിരുമേനി അന്ന് പറഞ്ഞത്. അന്ന് തിരുമേനി സഫർഗൻ മെത്രാപ്പോലീത്ത ആയിട്ടില്ലല്ലോ. തിരുമേനി പിന്നീടും പറഞ്ഞു, ജോസഫ് മാർത്തോമാ തിരുമേനിയിലൂടെ ആഗോള ക്രൈസ്തവ ലോകത്തിനാണ് അനന്തമായ നന്മകൾ ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ തിരുമേനിയുടെ നേതൃത്വത്തിൻ്റെ ഗുണം പരിമിതപ്പെടുത്തപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ്. അത് മാർത്തോമാ സഭയിൽ മാത്രമായി ഒതുങ്ങിയില്ല, കേരളത്തിലെ ഇതര സഭകൾക്ക് മാത്രമായും അത് ഒതുങ്ങിപ്പോയിരുന്നില്ല. ആഗോള ക്രൈസ്തവ ലോകത്തിനാണ് തിരുമേനിയുടെ നേതൃത്വ സിദ്ധിയുടെ ഗുണഫലങ്ങൾ പ്രത്യക്ഷമായും പരോക്ഷമായും ലഭിച്ചിട്ടുള്ളത് എന്ന് നാം തിരിച്ചറിയണം എന്നാണ് തിയഡേഷ്യസ് തിരുമേനി അന്ന് സ്വന്തം മുൻഗാമിയെക്കുറിച്ച് പ്രശംസ പറഞ്ഞത്. തിരുമേനിയെക്കുറിച്ചുള്ള ആ ഓർമ്മകളൊക്കെ നമുക്കെന്നും പ്രചോദനാത്മകമാണ്. മഹത്വക്കളെ ഓർമ്മിക്കുമ്പോൾ നാം കടന്നു പോകുന്ന വഴികളെയാണ് കാണുന്നത്, നാം പിന്നിട്ട വഴികളെ. അതേസമയം തന്നെ മുന്നോട്ടുള്ള വഴികളെയും നമ്മൾ കാണുകയാണ്. യാത്രകളിൽ ഡ്രൈവിംഗ് സേഫ് ആകുന്നത് 2 വഴികളും നമ്മൾ കാണുമ്പോഴാണല്ലോ. അതിനാണല്ലോ വാഹനങ്ങളിലൊക്കെ റിയർ മിറർ ക്രമീകരിച്ചിട്ടുള്ളത്. നമ്മൾ കടന്നു പോകുന്ന വഴികൾ, നമ്മുടെ പിന്നിലുള്ള വഴിയും കാണണം, മുന്നോട്ടുള്ള വഴിയും കാണണം. ജോസഫ് മാർത്തോമാ തിരുമേനി സഭ കടന്നു പോകുന്ന വഴികളും ലോകം കടന്നു പോകുന്ന വഴികളും കണ്ടുകൊണ്ട് പുതിയ കാലം ഉയർത്തുന്ന വെല്ലുവിളികളെ നേരിടാൻ സഭയെയും സമൂഹത്തെയും സജ്ജമാക്കുന്നതിന് നിരന്തരം ശ്രമിച്ചു പോകുന്ന ഒരു ന്യൂ വിഷണറി, ഒരു പുതിയ ദാർശനികൻ, അതായിരുന്നു തിരുമേനി എന്നുള്ളതാണ് സത്യം. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് തിരുമേനിയുമായുള്ള അടുത്ത ഇഴയെടുപ്പമുള്ള ബന്ധം എന്ന് തന്നെ പറയട്ടെ. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് നെഹ്റുവിനേക്കാൾ സർദാർ പട്ടേലിനോടായിരുന്നിരിക്കണം തിരുമേനിക്ക് ചായ്വും പഥ്യവുമെന്നാണ്. തിരുമേനിയും ഒരു ഉരുക്കു മനുഷ്യനായിരുന്നു, എല്ലാ അർത്ഥത്തിലും, സ്വഭാവത്തിൽ, നിലപാടുകളിൽ ഒക്കെ പട്ടേലിനെ പോലെ തന്നെ ഉരുക്കു മനുഷ്യൻ എന്ന് നമുക്കും പറയാവുന്ന തരത്തിലായിരുന്നു തിരുമേനിയുടെ വാക്കും നിലപാടുകളും നയങ്ങളും തീരുമാനങ്ങളും എല്ലാം എന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. ബോധ്യമുള്ള കാര്യങ്ങളിൽ അണുവിട തിരുമേനിക്ക് ഇളക്കമുണ്ടായിട്ടില്ല. സമ്മർദ്ദങ്ങൾക്ക് തിരുമേനി വഴങ്ങിയിട്ടുമില്ല.
ഭീഷണികളെ തിരുമേനി ഭയപ്പെട്ടതുമില്ല. ഏത് കൊലകൊമ്പനെയും പേര് ചൊല്ലി വിളിക്കുന്നതായിരുന്നു തിരുമേനിയുടെ ഒരു രീതി എന്നുള്ളതിന് ഞാൻ പലപ്പോഴും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. എന്നാൽ അധ്യാപകരെ അവർ പ്രായം കുറഞ്ഞവരായാലും സാറെന്ന് വിളിക്കാൻ തിരുമേനിക്ക് യാതൊരു മടിയും ഉണ്ടായിട്ടുമില്ല. അതായിരുന്നു തിരുമേനിയുടെ ഒരു ഗ്രേറ്റ്നെസ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അധ്യാപകരെ മാത്രം അദ്ദേഹം സാറെന്ന് വിളിക്കും, വളരെ പ്രായം കുറഞ്ഞവരെ പോലും. അതൊരു കൾച്ചറിൻ്റെ ഭാഗമാണ്. മുഖ്യമന്ത്രി നായനാരെ നായനാർ സാറെന്ന് വിളിച്ചത് ഞാൻ കേട്ടിട്ടുണ്ട്. പ്രായത്തിൽ ഒരുപക്ഷെ നായനാർ തിരുമേനിയേക്കാളും മുമ്പിലായിരുന്നിരിക്കണം. ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെ വളരെ സ്നേഹസ്വാതന്ത്ര്യത്തോടെ വിജയൻ എന്ന് വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയെ കുഞ്ഞുഞ്ഞെന്നും വിളിച്ചു. വ്യക്തി സൗഹൃദങ്ങളിൽ എന്നും തിരുമേനി വാത്സല്യം കലർത്തിയിരുന്നു എന്നുള്ളതാണ്. PJ കുര്യൻ സാറിനെ എപ്പോഴും കുര്യൻ സാറെന്ന് വിളിച്ചിരുന്നത് ഞാൻ വിചാരിക്കുന്ന അദ്ദേഹം രാജ്യസഭയുടെ ഉപാധ്യക്ഷനായപ്പോൾ മുതലായിരിക്കണം. പ്രധാനമന്ത്രി പോലും സാറെന്ന് വിളിക്കുന്ന ആളിനെ ഞാനിനി സാറെന്ന് വിളിക്കാതിരിക്കേണ്ട എന്നുള്ള ഒരു സൗജന്യം, ഒരു കൺസെഷൻ അതായിരിക്കണം. എത്ര വാത്സല്യമുണ്ടായിട്ടും കുര്യൻ സാറിനെ അദ്ദേഹം തിരുമേനി എപ്പോഴും കുര്യൻ സാറെന്ന് തന്നെ പറയാൻ ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതും ഞാൻ ഓർമ്മിക്കുന്നുണ്ട്. എന്നാൽ തിരുമേനിയുടെ ശരീരഭാഷ, ബോഡി ലാംഗ്വേജ് എന്ന് നമ്മൾ പറയുമല്ലോ, അതൊരു മഹാമുനിയുടേതായിരുന്നു എന്നുള്ളതാണ് നമുക്കറിയാം. കാഴ്ചയിൽ തിരുമേനി എപ്പോഴും അങ്ങനെയാണ്, ഒരു മഹാമുനിയുടെ ബോഡി ലാംഗ്വേജ്, വ്യാസൻ്റെയോ വാത്മീകിയുടെയോ ഓർമ്മയുണർത്തുന്നതായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ മോശയെയും എബ്രഹാമിനെയും ഓർമ്മിച്ചിരുന്നിരിക്കണം. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ തിരുമേനിക്ക് ഒരു മജസ്റ്റിക് ലുക്ക്, അതായിരുന്നു തിരുമേനിയുടെ ഒരു സവിശേഷത. അതാണ് എവിടെ ചെല്ലുമ്പോഴും തിരുമേനിക്കൊരു കമാൻഡിങ് അറ്റ്മോസ്ഫിയർ, കമാൻഡിങ് ഓറ എന്ന് നമ്മൾ പറയുമല്ലോ, അത് കൊടുത്തിരുന്നതാണ്. മരാമൻ കൺവെൻഷനോട് വളരെ ആത്മബന്ധം പുലർത്തിയ ആളായിരുന്നു തിരുമേനി എന്ന് നമുക്കറിയാം. നേരത്തെ ഇവിടെ തിരുമേനി പറഞ്ഞല്ലോ, പമ്പാനദിയിൽ എത്ര ക്ഷീണമുണ്ടെങ്കിലും പമ്പാനദിയിൽ കുളിച്ചു കഴിയുമ്പോൾ തിരുമേനിക്ക് മാറ്റം വരും. തീർച്ചയായിട്ടും പമ്പയോടും മരാമണ്ണിനോടും കോഴഞ്ചേരിയോടും ഒക്കെ തിരുമേനിക്കൊരു ആത്മബന്ധം തന്നെ ഉണ്ടായിരുന്നു. ഏത് സദസ്സിലും തിരുമേനി ഉണ്ടെങ്കിൽ തിരുമേനി തന്നെ ആവും അധ്യക്ഷൻ എന്നുള്ളതാണ്. നമ്മൾ പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, C. നാരായണപിള്ള അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, തിരുവനന്തപുരത്ത് 2 പേര് മാത്രമേ സ്ഥിരമായി അധ്യക്ഷന്മാരായി വന്നിരുന്നുള്ളൂ. ഒന്ന് പട്ടം താണുപിള്ളയാണ്, ഒന്ന് മള്ളൂർ ഗോവിന്ദപിള്ളയും. പട്ടം മുഖ്യമന്ത്രി ആയിപ്പോഴും അല്ലാതെ ആയപ്പോഴും മുഖ്യമന്ത്രിമാർ പങ്കെടുക്കുന്ന, അന്ന് ഉദ്ഘാടകനൊന്നും ഇല്ലല്ലോ, പിന്നീടാണ് നമ്മൾ സൗകര്യത്തിന് ഉദ്ഘാടകൻ, മുഖ്യപ്രഭാഷകൻ, മുഖ്യ സന്ദേശം, ഇങ്ങനെ പല പദവികൾ കണ്ടുപിടിച്ചത് പിന്നീടാണ്. അന്ന് അധ്യക്ഷനും പ്രസംഗകരുമേ ഉള്ളൂ. ആരാണോ പ്രമാണി അദ്ദേഹം അധ്യക്ഷനാണ്. താണുപിള്ള സാറ് മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും അല്ലാതിരുന്നപ്പോഴും തിരുവനന്തപുരത്ത് ഏതെങ്കിലും ഒരു ചടങ്ങിൽ സംബന്ധിക്കണമെങ്കിൽ അധ്യക്ഷനായി ക്ഷണിച്ചെങ്കിലേ പോകുമായിരുന്നുള്ളൂ. മള്ളൂർ ഗോവിന്ദപിള്ളയും അങ്ങനെയാണ്, 1ാമത്തെ സ്ഥാനം. അവർ വിശ്വസിച്ചു ഒന്നാമത് അവരാണ്, താൻ ചെല്ലുന്നിടത്ത് താനാണ് ഒന്നാമൻ എന്നുള്ള ഒരു വലിയ ഒരു ആത്മബോധം അവർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. പനമ്പള്ളി മുഖ്യമന്ത്രിയായിരുന്ന സമയത്തൊരു ചടങ്ങിലേക്ക് ഉദ്ഘാടകനായി അന്ന് അധ്യക്ഷനായി മുഖ്യമന്ത്രിയെ ക്ഷണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, മിസ്റ്റർ താണുപിള്ള വരുന്നുണ്ടോ? അപ്പോൾ അവർ പറഞ്ഞ് അദ്ദേഹത്തെയും വിളിക്കുന്നുണ്ട്. അപ്പോൾ പനമ്പള്ളി പറഞ്ഞത്രേ, എങ്കിൽ ഞാൻ പ്രസംഗിച്ചു കൊള്ളാം, പട്ടം തന്നെ അധ്യക്ഷനായിക്കോട്ടെ. അതായിരുന്നു അന്നത്തെ മുഖ്യമന്ത്രിമാരുടെ പോലും മനോഭാവം. അതാണ്, താനിരിക്കുന്നിടത്ത് വട്ടമുണ്ടെങ്കിൽ തന്നേക്കാൾ പ്രയോറിറ്റി
പട്ടത്തിനാണ്. മള്ളൂർ ഗോവിന്ദപിള്ളയെപ്പറ്റി സുകുമാർ അഴീക്കോട് സാർ പറഞ്ഞ രസകരമായ ഒരു കഥ. 1-ാം സ്ഥാനം, സദ്യയ്ക്ക് പോയാലും 1-ാം സ്ഥാനം വേണമെന്ന് മള്ളൂർ നിർബന്ധിച്ചിരുന്നു എന്നാണ്. ഇവിടെ സദ്യയ്ക്ക്, കല്യാണത്തിന് വിളിച്ച് സദ്യയ്ക്ക് പോയാലും അത് പായിട്ടാണല്ലോ ഇരിക്കുന്നത്, 1-ാം സ്ഥാനം ഇരിക്കും. മള്ളൂർ അതനുസരിച്ച് ചെല്ലും, 1-ാമത്തെ സ്ഥാനത്ത് അദ്ദേഹം ഇരിക്കും. ആരും അദ്ദേഹത്തോട് 2-ാം സ്ഥാനത്തേക്ക് മാറാൻ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അഴീക്കോട് പറയുന്നത്, ഒരു ചടങ്ങിൽ ചെന്നപ്പോൾ അല്പം താമസിച്ചു പോയി. മള്ളൂരിനെ കാണാതിരുന്നത് കൊണ്ട് മറ്റൊരാൾ 1-ാം സ്ഥാനത്തിരുന്നു. മള്ളൂർക്കത് മനസ്സിലായി. പുറത്ത് വച്ചപ്പോൾ കണ്ടുകൊണ്ട് വാതിലിന് പുറത്ത് നിന്നുകൊണ്ട് ഹാളിലേക്ക് നോക്കിയിട്ട് 1-ാമതിരുന്ന ആളെ എന്തോ അടിയന്തര കാര്യം പറയാനുണ്ടെന്നുള്ള മട്ടിൽ കൈകാട്ടി വിളിച്ചു എന്നാണ്. അദ്ദേഹം ഇറങ്ങി അപ്പുറത്തൂടെ വരുമ്പോഴേക്കും മള്ളൂർ കയറി 1-ാമത്തെ സീറ്റിൽ വീണ്ടും ഇരുന്നു. ഇതാണ് അഴീക്കോടിൻ്റെ കഥ. ജോസഫ് മാർത്തോമാ തിരുമേനിക്ക് അങ്ങനെ ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. എവിടെ ചെന്നാലും തിരുമേനി തന്നെയായിരുന്നു 1-ാമത് എന്നുള്ളതാണ്. തിരുമേനി അല്ലാതെ മറ്റൊരാളെ 1-ാമതാക്കാൻ ആരും ധൈര്യപ്പെട്ടിരുന്നില്ല എന്നുള്ളതും അതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. തിരുമേനി അധ്യക്ഷനായാൽ പിന്നെ തിരുമേനിയാണ്. സമ്മേളനത്തിൻ്റെ മുഴുവൻ നിയന്ത്രണവും തിരുമേനിയുടെ കയ്യിലാണ്. ഇപ്പോഴത്തെ സംവിധാനത്തിൽ നമുക്കറിയാം, അധ്യക്ഷനായിരിക്കുന്നയാൾ കമ്പയർ ചെയ്യുന്നയാൾ പറയുന്നതനുസരിച്ചാണ്. അധ്യക്ഷൻ നേരിട്ട് ഇടപെടുന്നില്ലല്ലോ. പക്ഷെ തിരുമേനിയാണെങ്കിൽ ആര് തന്നെ കമ്പയർ ചെയ്താലും തിരുമേനി തന്നെ ആ കസേരയിലിരുന്ന് ആ ചടങ്ങിൻ്റെ സർവ്വവിശദാംശങ്ങളും നിയന്ത്രിക്കുമായിരുന്നു എന്നുള്ളതാണ്. അതായിരുന്നു തിരുമേനിയുടെ ഒരു ശൈലി. അതായിരുന്നു. പരിപാടിയിൽ ആവർത്തനങ്ങൾ തിരുമേനിയെ പ്രകോപിപ്പിച്ചിരുന്നു എന്നുള്ളത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആരെങ്കിലും വീണ്ടും വീണ്ടും ഒരേ കാര്യം തന്നെ പറഞ്ഞു വന്നാൽ തിരുമേനി നേരെ പറയും, അത് ഇതൊക്കെ ഇവിടെ പറഞ്ഞതല്ലേ, ഇനി ആവർത്തിക്കല്ല. അതായിരുന്നു തിരുമേനിയുടെ രീതി. എന്നാൽ ക്ഷിപ്രഗോപി എന്നുള്ളതുപോലെ തന്നെ തിരുമേനി ക്ഷിപ്രപ്രസാദിയുമായിരുന്നു എന്നുള്ളത്. ഒന്നും തിരുമേനി മനസ്സിൽ കൊണ്ട് നടക്കുന്നില്ല. ദേഷ്യം വന്നാൽ 5 മിനിറ്റ് കഴിയുമ്പോൾ അത് വിട്ടു, ആ കാര്യം വിട്ടു. അതായിരുന്നു തിരുമേനിയുടെ ഒരു രീതി. സ്ഥായിയായ ക്ഷോഭാദികളൊന്നും തിരുമേനി മനസ്സിൽ സൂക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ് തിരുമേനിയുടെ ഒരു സവിശേഷതയായി ഞാൻ കണ്ടിട്ടുള്ളത്. എന്നാൽ ഇഷ്ടമെങ്കിൽ ഇഷ്ടം, അത് തിരുമേനിയുടെ മുഖത്തറിയുമായിരുന്നു. അതിൽ തിരുമേനിക്ക് നയതന്ത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമില്ലായ്മയും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുമായിരുന്നു എന്നുള്ളതാണ്. മെത്രാപ്പോലീത്ത തിരുമേനിക്ക് മനസ്സും വാക്കും ഒന്നായിരുന്നു എന്നുള്ളതാണ്. രണ്ടായിട്ടില്ല ഒരിക്കൽ പോലും. രണ്ടും ഒന്ന്. അതായിരുന്നു തിരുമേനിയുടെ ഏറ്റവും വലിയ സവിശേഷതയായി ഞാൻ കണ്ടിട്ടുള്ളത്. വാക്ക് പറഞ്ഞാൽ തിരുമേനിക്കത് വാക്കായിരുന്നു. സഭൈക്യത്തിൻ്റെ സ്വരമായിരുന്നു തിരുമേനിയുടേത്. സഭകൾക്കിടയിലെ തർക്കങ്ങൾ തിരുമേനിയെ വല്ലാതെ മുറിപ്പെടുത്തിയിരുന്നു എന്നെനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. അത്തരം കാര്യങ്ങളിൽ തിരുമേനി എന്നോട് പലപ്പോഴും മനസ്സ് തുറന്നിരുന്നു എന്നുള്ളതും, കേരളത്തിലെ സഭാ തർക്കങ്ങൾ എങ്ങനെ സമൂഹത്തിൽ, ക്രൈസ്തവ സമൂഹത്തെ അപഹാസ്യമാക്കുന്നു എന്നുള്ളതിലും തിരുമേനിക്ക് വലിയ മനോവേദന ഉണ്ടായിരുന്നു എന്നുള്ളത് പറയുവാൻ എനിക്ക് മടിയില്ല. പക്ഷേ സഭയുടെ കീഴ്വഴക്കങ്ങളെ തിരുമേനി എന്നും മാനിച്ചു എന്നുള്ളതാണ്. നേരത്തെ ഇവിടെ മെത്രാപ്പോലീത്ത തിരുമേനി അത് പറഞ്ഞല്ലോ. കീഴ്വഴക്കങ്ങളോടുണ്ടായിരുന്ന തിരുമേനിയുടെ ആദരവ്, തൻ്റെ സ്വാതന്ത്ര്യത്തിലൊക്കെ തിരുമേനിക്ക്, അധികാരത്തിലൊക്കെ തിരുമേനിക്ക് വിശ്വാസമുണ്ട്. പക്ഷേ അപ്പോഴും അതൊന്നും സഭയുടെ ചട്ടങ്ങളിലോ കീഴ്വഴക്കങ്ങളിലോ വെള്ളം ചേർക്കാൻ ഒരിക്കൽ പോലും തിരുമേനിയെ പ്രേരിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. നേരത്തെ ഇവിടെ റാന്നിയിലെ അത്തനേഷ്യസ് തിരുമേനിയും ഞാനുമായിട്ടുള്ള ബന്ധത്തെപ്പറ്റി പറഞ്ഞല്ലോ അച്ഛൻ. റാന്നിയിലെ തിരുമേനി
കണ്ണു നിറഞ്ഞാണ് എന്നോട് അദ്ദേഹത്തിൻ്റെ അനുഭവം പറഞ്ഞത്. അവസാന കാലത്ത് നയപരമായ, സഭയിലെ നയപരമായ ചില കാര്യങ്ങളിൽ മെത്രാപ്പോലീത്തയുമായി റാന്നിയിലെ തിരുമേനിക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. പക്ഷേ തിരുമേനി രോഗാതുരനുമായിരുന്നെന്ന് നമുക്കറിയാം. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം എന്നോട് അത്തനേഷ് തിരുമേനി പറഞ്ഞു, ഒരു ദിവസം മെത്രാപ്പോലീത്ത വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, തിരുമേനി അവിടെ ഉണ്ടോ? ആശുപത്രിയിൽ പോകുന്ന ദിവസമാണോ? അല്ല, ഞാനിവിടെ ഉണ്ട്, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. എന്നോട് തിരുമേനി പറഞ്ഞത്, അപ്പോഴും എനിക്ക് എന്നോട് സഫ്രഗനാവാൻ പറയാനാണ് തിരുമേനി വരുന്നത് എന്ന് ഞാൻ മനസ്സിൽ പോലും സങ്കല്പിച്ചില്ല എന്നാണ്. തിരുമേനി വന്നു, രോഗം കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. എന്നിട്ട് പറഞ്ഞു, തിരുമേനിയെ സഫ്രഗൻ സ്ഥാനത്തേക്ക് ഞാൻ നിയോഗിക്കുകയാണ്. തിരുമേനിക്ക് വേണമെങ്കിൽ പുലാത്തീനിലേക്ക് വന്ന് താമസിക്കാം. അപ്പോൾ തിരുമേനി എന്നോട് പറഞ്ഞത്, സാറേ, ഞാൻ മെത്രാപ്പൊലീത്തയോട് പറഞ്ഞു, തിരുമേനി, എൻ്റെ അവസ്ഥ തിരുമേനിക്കറിയാമല്ലോ. ഞാൻ തിരുമേനിക്ക് ഒരിക്കലും ഒരു സഫ്രഗനായിരിക്കുകയില്ല, ഒരു സഫറിങ് ആയിരിക്കും, ഭാരമായിരിക്കും, രോഗസ്ഥിതിയിലായതുകൊണ്ട് എന്നാണ് സൂചിപ്പിച്ചത്. വ്യംഗ്യമായിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ തിരുമേനി പറഞ്ഞു അത്രേ, രോഗവും സൗഖ്യവും ദൈവം തമ്പുരാൻ്റേതാണ്. അതാണ് തിരുമേനിയുടെ മഹത്വം. തൻ്റെ രോഗത്തെപ്പറ്റി ആശങ്കപ്പെട്ട സഹതിരുമേനിയോട് പറയുകയാണ്, രോഗവും സൗഖ്യവും തമ്പുരാൻ്റേതാണ്. തിരുമേനി, എനിക്ക് സഭയുടെ കീഴ്വഴക്കങ്ങളെ ഒന്നും മാറ്റാൻ സാധിക്കുകയില്ല, അതുകൊണ്ട് തിരുമേനി തന്നെ സഫ്രഗനാവും. തിരുമേനി പറഞ്ഞു, ഒരപേക്ഷയേ ഉള്ളൂ, റാന്നിയിലെ പള്ളിയിൽ വെച്ച് ലളിതമായി മാത്രമേ എനിക്ക് ആ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയൂ. അപ്പോൾ തിരുമേനി പറഞ്ഞു, അത് തിരുമേനിയുടെ ഇഷ്ടം. പുലാത്തീനിൽ വെച്ച് വേണോ റാന്നിയിൽ വെച്ച് വേണോ എന്നുള്ളത് തിരുമേനിക്ക് തീരുമാനിക്കാം. എൻ്റെ തീരുമാനത്തിൽ മാറ്റമില്ല. തിരുമേനി ഇത് പറയുമ്പോൾ തിരുമേനിയുടെ കണ്ണുകൾ നിറഞ്ഞാണ് എന്നോട് പറഞ്ഞത്. എന്നോട് പറഞ്ഞു, സാറേ, മെത്രാപ്പോലീത്തയുടെ മനസ്സിൻ്റെ വലിപ്പം ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കിയത് എന്നാണ്. ഒട്ടേറെ ആളുകൾ തിരുമേനി അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. തിരുമേനിയെപ്പറ്റി ഒട്ടേറെ തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നിട്ടുമുണ്ട്. പക്ഷെ തിരുമേനിയുടെ മനസ്സിൻ്റെ വലിപ്പം നമ്മളിൽ പലരും ഒരുപക്ഷെ അന്ന് കാണാതെ പോയി എന്നുള്ളതും നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു സന്ദർഭമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. നിലയ്ക്കൽ തർക്കങ്ങൾ വന്ന സമയത്ത് കോട്ടയത്ത് വടവാതൂർ സെമിനാരിയിൽ വെച്ച് ഹൈന്ദവ നേതാക്കന്മാരും സഭാ നേതാക്കന്മാരും ആയിട്ടുള്ള ഒരു ചർച്ചയുണ്ടായി. ഞാനും അതിൽ പങ്കെടുത്തിരുന്നു. അന്ന് ഞാൻ വളരെ ചെറുപ്പമായ സമയത്ത് മന്മഥൻ സാറിൻ്റെ നേതൃത്വത്തിലാണ് ഹൈന്ദവ സമുദായ നേതാക്കന്മാർ വന്നത്. ഇപ്പുറത്ത് ആൻ്റണി പടിയറ പിതാവ് ഉൾപ്പെടെയുള്ള മറ്റ് സഭാപിതാക്കന്മാരുമുണ്ട്. ചർച്ചയ്ക്കിടയിൽ എല്ലാവരും ഐക്യത്തെപ്പറ്റിയൊക്കെ ഊന്നി പറയുന്ന സമയത്ത്, സമാധാനത്തെപ്പറ്റി ഊന്നി പറയുന്ന സമയത്ത്, ഞാനിപ്പോഴും ഓർക്കുന്ന ഐറേനിയസ് തിരുമേനി എഴുന്നേറ്റിട്ട് പറഞ്ഞു, പീസ് ഈസ് ദ ബെസ്റ്റ്. സമാധാനമാണ് ഏറ്റവും നല്ലത്. ബട്ട് പീസ് വിത്തൗട്ട് ജസ്റ്റിസ് വിൽ ഹാവ് നോ മീനിങ്. പീസ് വിത്തൗട്ട് ജസ്റ്റിസ് വിൽ ഹാവ് നോ മീനിങ് എന്ന് ആ ചർച്ചയുടെ അവസരത്തിൽ ഇരുകൂട്ടരെയും ഓർമ്മിപ്പിക്കാൻ ഐറേനിയസ് തിരുമേനിക്ക് മാത്രമേ കഴിയുമായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ ഗൗരവപ്രകൃതിയായ തിരുമേനി ചിരിച്ചുപോയത് അന്നത്തെ ഒരു അൽമായ നേതാവായിരുന്ന ഷെവലിയർ
ചീഫ് ജസ്റ്റിസൊക്കെ ആയിരുന്ന ഷെവലിയർ ജോസഫ് തളിയത്തിൻ്റെ സണ്ണിലോ കുരുവനാക്കുന്നേൽ തോമസ് തൊമ്മച്ചൻ എന്നാണ് എല്ലാവരും വിളിച്ചിരുന്നത്. അദ്ദേഹം കുറച്ച് പ്രായമുള്ള സീനിയറാണ്. അദ്ദേഹം ഒരവസരത്തിൽ തീവ്രമായി നിലയ്ക്കൽ തന്നെ പള്ളി വയ്ക്കണം എന്ന് വാദിച്ച ഒരച്ഛൻ്റെ നേരെ നോക്കി, തീവ്രവാദിയായ ഒരച്ഛൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അവരും വന്നിട്ടുണ്ട്. അച്ഛൻ്റെ നേരെ നോക്കി ചോദിച്ച, അച്ഛാ, നിലയ്ക്കൽ നമ്മളിപ്പോൾ പള്ളി വയ്ക്കണമെന്ന് പറയുന്നിടം വലിയ വനമാണ്. അച്ഛാ, അവിടെ പള്ളി വെച്ചാൽ വികാരിയായി ആനയെ ഇരുത്തുമോ എന്നാണ് ചോദിച്ചത്. ആനയെ ഇരുത്തുമോ? ഞാൻ കണ്ടത് ഗൗരവപ്രകൃതിയായ ഐറേനിയസ് തിരുമേനി പൊട്ടിച്ചിരിക്കുന്നതാണ്. അത് എൻജോയ് ചെയ്തു അദ്ദേഹം, ആ മറുപടി. അതൊക്കെയായിരുന്നു തിരുമേനിയുടെ സവിശേഷ സ്വഭാവ നന്മകൾ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്നാം തരം ഇംഗ്ലീഷായിരുന്നു തിരുമേനിയുടേതെന്ന് നമുക്കറിയാം. ഓക്സ്ഫോർഡിലും കാൻറ്റർബറിയിലുമൊക്കെ പഠിച്ചതിൻ്റെ ഗുണം തിരുമേനിയുടെ ഭാഷയിൽ നമുക്കറിയാമായിരുന്നു. ബ്യൂട്ടി ഓഫ് ലാംഗ്വേജ് എന്ന് നമുക്ക് പറയാവുന്നത്. അത് അദ്ദേഹം തന്നെ, ഹി വാസ് വെരി പ്രൗഡ് ഓഫ് ഹിസ് എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ഹി ഓൾവേസ് സ്പോക്ക് ചേസ്റ്റ് ക്വീൻസ് ഇംഗ്ലീഷ്. അത്തരം സന്ദർഭങ്ങളിൽ എൻ്റെ മനസ്സിൽ നിന്ന് മായാതെ നിൽക്കുന്ന ഒരു സന്ദർഭം, പ്രശസ്ത സുവിശേഷകനായ ഡോക്ടർ പി ജോബ് യൂറോപ്പിൽ വെച്ച് പെട്ടെന്ന് അന്തരിച്ച് അദ്ദേഹത്തിൻ്റെ മോർട്ടൽ റിമെയിൻസ് ഡൽഹിയിൽ കൊണ്ടുവരികയാണ്. ഞാനപ്പോൾ ദേശീയ ന്യൂനപക്ഷ വിദ്യാഭ്യാസ കമ്മീഷനിൽ ഇരിക്കുന്ന കാലമാണ്. അവർക്ക് പ്രത്യേകിച്ച് പള്ളിയില്ല. അദ്ദേഹം നേരത്തെ മാർത്തോമാക്കാരനായിരുന്നു, പിന്നീടാണല്ലോ അദ്ദേഹം സുവിശേഷ വേലയിൽ മറ്റൊരു സഭയുമായി ബന്ധപ്പെട്ടു. പക്ഷേ ഐറേനിയസ് തിരുമേനി അന്ന് മെത്രോപോലിത്തയാണല്ലോ. തിരുമേനി വളരെ ജനറസായി ഡൽഹിയിലെ മാർത്തോമാ പള്ളി പി ജോബിൻ്റെ മൃതശരീരം പൊതുദർശനത്തിന് വയ്ക്കുന്നതിന് വിട്ടുകൊടുത്തെന്ന് പൗലോസ് തിരുമേനിയായിരുന്നു ഡൽഹിയിലെ ഭദ്രാസനാധിപൻ. വിട്ടുകൊടുത്തു എന്ന് മാത്രമല്ല, അവർ തമ്മിൽ സഭാപരമായ വ്യത്യാസങ്ങൾക്കും അപ്പുറത്തുള്ള ഒരു പേഴ്സണൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. തിരുമേനി കേരളത്തിൽ നിന്ന് ജോബിൻ്റെ മൃതശരീരം ഡൽഹിയിൽ വരുന്ന സമയത്ത് ഡൽഹിക്ക് വന്നു. അവിടെ പൊതുദർശനത്തിന് വെച്ച സമയം മുഴുവൻ തിരുമേനി ആ പള്ളിയിൽ ഇരുന്നു. അതിനിടയിൽ പി ജോബിനെ പറ്റി അതിമനോഹരമായ ഇംഗ്ലീഷിൽ ഒന്നാന്തരം ഒരു ട്രിബ്യൂട്ട് തിരുമേനി പറഞ്ഞത് ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. തിരുമേനി പ്രത്യേകം എടുത്തു പറഞ്ഞ ഒരു കാര്യം ജോബിൻ്റെ ലാംഗ്വേജ് കമാൻഡിനെ പറ്റിയാണ്. ജോബ് മരിക്കുന്നതിന് ഏതാനും നാളുകൾക്ക് മുൻപ് എഴുതിയ അദ്ദേഹത്തിൻ്റെ ആത്മകഥ, അതിൻ്റെ ടൈറ്റിൽ തിരുമേനി എടുത്തു പറഞ്ഞു. നമ്മളൊക്കെ ഹിസ് മാസ്റ്റേഴ്സ് വോയിസ് എന്ന് പണ്ട് പറഞ്ഞിരുന്നല്ലോ. അദ്ദേഹം എഴുതിയതിൻ്റെ ടൈറ്റിൽ അദ്ദേഹം കൊടുത്തത് ഹിസ് മാസ്റ്റേഴ്സ് ജോബ് എന്നാണ്. ഒരു സുവിശേഷകന് ഏറ്റവും ഭംഗിയായി തന്നെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു ടൈറ്റിലാണ്. ഹിസ് മാസ്റ്റേഴ്സ് ജോബ് എന്ന പേരിലാണ് പി ജോബ് അദ്ദേഹത്തിൻ്റെ ആത്മകഥ എഴുതി. അത് തിരുമേനി അവിടെ എടുത്ത് പറഞ്ഞുകൊണ്ടാണ് ജോബിനെക്കുറിച്ച് പ്രശംസ പറഞ്ഞത്. ഫീൽ ചെയ്തായിരുന്നു തിരുമേനിയുടെ പ്രസംഗം. ഹി വാസ് എമോഷണലി ചാർജ്ഡ്. ഡോക്ടർ മിസ്സസ് മേരി ജോബ് തിരുമേനിയുടെ പ്രസംഗ സമയത്ത് പൊട്ടിക്കരയുന്നത് ഞാൻ കണ്ടു. അത്രമേൽ ഹാർട്ട് ടച്ചിങ് ആയിരുന്നു. ജോസ് മാർത്തോമായ പോലെ ഗൗരവപ്രകൃതിയായി നമ്മൾ കരുതുന്ന ഒരാൾ തൻ്റെ ഒരു സ്നേഹിതൻ്റെ വിയോഗത്തിൽ എത്രമേൽ മനസ്സ് മുറിപ്പെട്ടാണ് അവിടെ ആ കോൺഗ്രിഗേഷനിൽ പ്രസംഗിച്ചത് എന്നുള്ളത് ഞാനതിനൊരു സാക്ഷിയായിരുന്നതുകൊണ്ട് എനിക്കതെവിടെയും പറയാൻ കഴിയും എന്ന് ഞാൻ വിചാരിക്കുന്നു.
തിരുമേനിയെക്കുറിച്ച് ദീർഘമായി പറഞ്ഞു പോയാൽ ഒരു ദിവസം മുഴുവൻ പറയാൻ കാണും. അതുകൊണ്ട് അത് ശരിയല്ലല്ലോ. ഒന്നാമത്തെ പ്രഭാഷണം മുഴുവൻ കാര്യങ്ങളും പറഞ്ഞാൽ അടുത്ത വർഷം ഈ പ്രഭാഷണം നടത്തുന്നവർക്ക് എന്ത് വിഷയത്തെപ്പറ്റി പറയാൻ കഴിയും എന്നുള്ള അപകടവും വരും. അതുകൊണ്ട് ഞാനും ചുരുക്കുകയാണ്. പക്ഷെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഓർത്തഡോക്സ് സഭയിലെ വട്ടക്കുന്നേൽ ബാവയും ജോസഫ് മാർത്തോമാ തിരുമേനിയുമായി എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ചില സാമ്യങ്ങളാണ്. അടുത്ത കാലം ചെയ്ത ഓർത്തഡോക്സിലെ മാർത്തോമാ പൗലോസ് ദ്വിതീയൻ ബാവ ഒരിക്കൽ എന്നോട് പറഞ്ഞു, അദ്ദേഹത്തെ മെത്രാപ്പോലീത്തയാക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് പ്രായം കുറവായിരുന്നു. വട്ടക്കുന്നേൽ തിരുമേനി കമാൻഡിങ്, അദ്ദേഹത്തിൻ്റെ നോമിനിയായിട്ട്. ബാക്കി എല്ലാവരുടെയും പേര് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് തിരുമേനിയുടെ പേര്. നേരത്തെ അത് അദ്ദേഹത്തോട് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. തിരുമേനി പറഞ്ഞ് ഈ കൂടെ ഒരാളെ കൂടി നിങ്ങൾക്ക് പരിഗണിക്കാം എന്ന് പറഞ്ഞിട്ടാണ് തിരുമേനിയുടെ പേര് പറഞ്ഞത്. അപ്പോൾ ഒരാൾക്കത് അത്ര ഇഷ്ടമായില്ല. അപ്പം അദ്ദേഹം എഴുന്നേറ്റിട്ട് പറഞ്ഞു, തിരുമേനിക്ക് 40 വയസ്സ് പൂർത്തിയായിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ വട്ടക്കുന്നേൽ തിരുമേനി പറഞ്ഞു അത്രേ, അത് അടുത്ത കൊല്ലം ആയിക്കൊള്ളും എന്ന്. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ കമാൻഡിങ്. പിന്നീട് എതിർപ്പൊന്നും വന്നില്ല. അത് അടുത്ത കൊല്ലം ആയിക്കോളും, ഇക്കൊല്ലമേ തിരഞ്ഞെടുത്ത് വെച്ചാൽ മതി. അതാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. തിരുമേനി എന്നോട് പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ കുന്നംകുളത്തേക്കാണ്, അദ്ദേഹത്തിൻ്റെ സ്ഥലമാണ്, കുന്നംകുളം ഭദ്രാസനത്തിലേക്കാണ് ആദ്യം നിയമനം കൊടുത്തത്. അപ്പോൾ അദ്ദേഹത്തിന് ടെൻഷനായി. അദ്ദേഹം ബാവയെ പോയി കണ്ടു എന്ന് പറഞ്ഞു. എന്താ മെത്രാച്ചൻ വന്നതെന്ന് ഗൗരവത്തിൽ ചോദിച്ചു. അദ്ദേഹത്തിന് വളരെ വാത്സല്യമുള്ള ആളാണ്, പക്ഷേ പറയുന്നതൊക്കെ വലിയ ഗൗരവമാണ്. പറഞ്ഞു, തിരുമേനി എനിക്കൊരു കാര്യമൊന്ന് തിരുമേനിയോട് പറയാനാണ്. എന്താണ് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എന്നെ കുന്നംകുളത്തേക്ക് വെക്കരുത് എന്ന് പറയാനാണ്. കുന്നംകുളത്ത് എന്താ കുഴപ്പം എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതല്ല തിരുമേനി, ഞാൻ കുന്നംകുളത്തെ ഒട്ടേറെ സീനിയർ അച്ഛന്മാരുടെ ഓൾട്ടർ ബോയ് ആയിരുന്നിട്ടുള്ള ആളാണ്. അവരൊക്കെ കുർബാനയ്ക്കൊക്കെ ശുശ്രൂഷ ചെയ്തിട്ടുള്ള ആളാണ്. എനിക്ക് പ്രായം ഇത്രയല്ലേ ഉള്ളൂ. ഞാൻ അവിടെ ചെന്നിട്ട് ഭദ്രാസന മെത്രാപ്പോലീത്ത എന്നുള്ള നിലയിൽ കൽപ്പന എന്നൊക്കെ പറയുന്നത് ഭംഗിയാവുകയില്ല. അവർക്കൊന്നും അത് ഇഷ്ടപ്പെടണമെന്നുമില്ല. അതുകൊണ്ട് തിരുമേനി എന്നെ വേറെ ഏതെങ്കിലും ഒരു ഭദ്രാസനത്തിലേക്കൊന്ന് മാറ്റി തന്നാൽ മതി. എന്നിട്ട് തിരുമേനി എന്നോട് പറഞ്ഞു, സാറേ, അന്ന് ആർക്കും വേണ്ടാത്ത ഒരു ഭദ്രാസനമെന്ന് കരുതപ്പെട്ടിരുന്നത് മദ്രാസിലെ ഭദ്രാസനമായിരുന്നു പോലും. സാമ്പത്തികമായും വളരെ പ്രയാസമുള്ള ഭദ്രാസനമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, തിരുമേനി എന്നെ ചെന്നൈയിലേക്ക് വെച്ചാലും മതി. അപ്പോൾ തിരുമേനി പറഞ്ഞ വാക്കാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ വട്ടക്കുന്നേ ബാവു പറഞ്ഞു, ഒരു തീരുമാനം എടുത്ത് കൽപ്പന എഴുതിയാൽ പിന്നെ ആ കൽപ്പന മാറ്റണമെങ്കിൽ അതിന് അനുയോജ്യമായ കാരണമുണ്ടാവണം. ഞാൻ മെത്രാച്ചനെ കുന്നംകുളത്തേക്ക് വെച്ചു, ഇനിയിപ്പോൾ അത് മാറ്റാൻ പറ്റുകയില്ല. മെത്രാച്ചൻ എന്തിനാണ് പേടിക്കുന്നത് എന്ന് ചോദിച്ചു എന്ന് എന്നോട് പറഞ്ഞു. അവനോട് പറയുകയാണ്, എന്നോട് ചോദിച്ചു, എന്നിട്ട് മുകളിലേക്ക് കൈ ചൂണ്ടിയിട്ട് പറഞ്ഞു, എത്രേ, അവിടെ ഒരാളില്ലേ, പിന്നെ ദേവലോകത്ത് ഞാനുമില്ലേ എന്നാണ്. അതാണ് എത്രയോ വലിയ ഒരു അഷ്വറൻസാണ് എന്നുള്ളതാണ്. മെത്രാച്ചൻ എന്തിനാണ് ഭയപ്പെടുന്നത് കുന്നംകുളത്തേക്ക് പോകാൻ? മുകളിൽ തമ്പുരാൻ കർത്താവില്ലേ, ഇവിടെ ദേവലോകത്ത് ഞാനുമില്ലേ, പിന്നെ എന്തിനു ഭയപ്പെടണം? മാർത്തോമാ മെത്രാപ്പോലീത്ത തിരുമേനിയും ഞാൻ വിചാരിക്കുന്ന ഒട്ടേറെ പേരോട് ഇത് തന്നെ പറഞ്ഞിട്ടുണ്ടാവണം, പറയാതെ പറഞ്ഞിട്ടുണ്ടാവണമെന്ന് ഞാൻ വിചാരിക്കുന്നു. ജോസഫ് മാർത്തോമാ തിരുമേനിയും ഇത് പറഞ്ഞിട്ടുണ്ടാവും.
മുകളിൽ ഒരാളില്ലേ, പിന്നെ ഇവിടെ പുലാത്തീനിൽ ഞാനുമില്ലേ, പറയാതെ പറഞ്ഞിട്ടുണ്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസം. അതായിരുന്നു തിരുമേനിയുടെ കാലിബർ, അതായിരുന്നു തിരുമേനിയുടെ ഇസെൻഷ്യൽ ക്യാരക്ടർ എന്ന് പറയാനാണ് എനിക്കിഷ്ടം. ഞാൻ അവസാനിപ്പിക്കട്ടെ. നമ്മൾ തിരുമേനിയെപ്പറ്റി എപ്പോൾ ചിന്തിക്കുമ്പോഴും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, എനിക്ക് നേരിട്ടറിയാൻ, 3-4 ദിവസം സാത്നായിൽ അവിടുത്തെ സ്കൂളിൻ്റെ ജൂബിലി വന്നപ്പോൾ തിരുമേനി പറഞ്ഞിട്ട് ഞാനും സാറ്റ്നയ്ക്ക് പോയി. ഡൽഹിയിലുള്ള സമയമായതുകൊണ്ട് അവിടുന്ന് സാറ്റ്നയ്ക്ക് പോയി. തിരുമേനിക്ക് പ്രയാസമാണ്. ഫ്ലൈറ്റിൽ പോലും നമുക്കറിയാമല്ലോ, അത്രയും പൊക്കമുള്ളത് കൊണ്ട് ചെറിയ ഫ്ലൈറ്റാണ്. ഖജുരാഹോയ്ക്കാണ് ഡൽഹിയിൽ നിന്ന് പോകേണ്ടത്. അവിടുന്ന് പിന്നെ കാറിൽ പോകണം. ഞങ്ങൾ അങ്ങനെയാണ് പോയത്. തിരുമേനി അതൊക്കെ സഫർ ചെയ്ത് തന്നെ വന്നു. എന്നെ സ്പർശിച്ചത് സറ്റ്നായി ചെന്ന് കഴിഞ്ഞപ്പോൾ CM വർഗീസ് എന്നാണെന്ന് എനിക്ക് തോന്നുന്നു അവിടെ ചാർജിലിരിക്കുന്നത്. നേരെ അച്ഛൻ്റെ വസതിയിലാണ് ഞങ്ങൾക്ക് താമസം ക്രമീകരിച്ചിരുന്നത്. സന്ധ്യ ആവാറാവുന്നു. തിരുമേനി ആദ്യം ചോദിച്ചത് പശുക്കളൊക്കെ എങ്ങനെ ഇരിക്കുന്നു അച്ഛാ എന്നാണ്. എന്നിട്ട് അദ്ദേഹം വടിയും എടുത്തിട്ട് അപ്പോൾ തന്നെ അച്ഛൻ താമസിക്കുന്ന വസതിയുടെ തൊട്ട് അപ്പുറത്താണ്, അല്പം നടക്കണം. അവിടെ പോയി തൊഴുത്ത് കണ്ടു. തൊഴുത്തിൽ പശുക്കൾ നിൽക്കുന്നത് തടി കൊണ്ടുള്ള തട്ടിട്ടിട്ടാണ്. വിൻ്റർ വരുമ്പോൾ അതിനടിയിലാണ് തീ കത്തിച്ച് ചൂടാക്കി നിർത്തേണ്ടത്. തിരുമേനി ആ തട്ടിലെല്ലാം ചവിട്ടി നോക്കി. പുതുതായിട്ടിട്ടതാണ്. അദ്ദേഹം തന്നെ പരിശോധിക്കുകയാണ് അതിൻ്റെ ബലം, തട്ടിൻ്റെ ബലം. എന്നിട്ട് ചോദിച്ചു, അച്ഛനോട് ചോദിച്ചു, താഴെ വിൻ്ററിൽ നമ്മൾ തീയിടുമ്പോൾ അത് കൃത്യമായി ഈ തടിയിൽ ചൂട് പിടിപ്പിക്കുമോ എന്നുള്ളതൊക്കെ തിരുമേനി വളരെ ഒരു എൻക്വയറി ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞത് മനുഷ്യരെപ്പറ്റി മാത്രമല്ല, തിരുമേനിക്ക് മൃഗങ്ങളെപ്പറ്റി, പക്ഷികളെപ്പറ്റി, പ്രകൃതിയെപ്പറ്റിയൊക്കെ എത്രയോ ശ്രദ്ധയായിരുന്നു എന്നുള്ളതാണ്. ഇതുപോലെയുള്ള ഒരാളെ ഇനി നമുക്ക് എത്ര കാലം കാത്തിരുന്നാലാണ് കാണുക എന്നെനിക്ക് അറിഞ്ഞുകൂടാ. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരനുഭവം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. അത് ഞാൻ കോഴഞ്ചേരി പള്ളിയുടെ ഭംഗിയെപ്പറ്റി പുലാത്തീനിൽ ചെന്നപ്പോൾ ഞാൻ മെത്രാപ്പൊലീത്ത തിരുമേനിയോട് പറയുകയുണ്ടായി. എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു കല്യാണം ബ്ലെസ് ചെയ്യാൻ തിരുമേനി വന്നതാണ്. ഞാനും അവിടെ ആ വിവാഹത്തിന് ക്ഷണിക്കപ്പെട്ടു. എന്നെ അത്ഭുതപ്പെടുത്തിയത് ഏവൻഗേലിയോൻ സമയത്ത് തിരുമേനിയുടെ മുമ്പിൽ ഏവൻഗേലിയോൻ നിവർത്തി വെച്ചിട്ടുണ്ട്. ഒരു തവണ പോലും തിരുമേനി ആ ഏവൻഗേലിയോൻ പുസ്തകത്തിലേക്ക് നോക്കിയില്ല. ആ വിവാഹ സന്ദർഭത്തിൽ വായിക്കേണ്ട മുഴുവൻ ഭാഗങ്ങളും തിരുമേനി നേരെ നോക്കി, വിശ്വാസി സമൂഹത്തിൻ്റെ നേരെ നോക്കിക്കൊണ്ട് വായിച്ചതുപോലെ പറയുകയായിരുന്നു, വായിക്കുന്നത് പോലെ പറയുകയായിരുന്നു. ഒരു അസാമാന്യമായ ഗിഫ്റ്റാണത്. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് പോലും വേദപുസ്തകം നോക്കി വായിക്കാതെ കാണാപ്പാഠം പറയാൻ കഴിയും എന്ന് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. ജോസഫ് മാർത്തോമാ മെത്രാപ്പോലീത്ത തിരുമേനിയുടെ അപാരമായ കഴിവുകളിൽ ഒന്നായി വേദപുസ്തകത്തോടുള്ള അദ്ദേഹത്തിൻ്റെ ഈ ഗാഠമായ അടുപ്പത്തെയും നമ്മൾ കാണേണ്ടതുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ടാണ് നേരത്തെ ഇവിടെ തിരുമേനി പറഞ്ഞല്ലോ, മരണസമയം തിരുമേനി മരണത്തെ മുഖാമുഖം കണ്ടപ്പോഴും അധൈര്യപ്പെടാതെ ഐറേനിയസ് തിരുമേനിയായി തന്നെ, പാലക്കുന്നത്തെ ഐറേനിയസ് തിരുമേനിയായി തന്നെ മരണത്തെയും കാണാനും മരണവാതിലിനെ കടക്കാനും തൻ്റെ സ്വർഗീയ പിതാവിൻ്റെ മടിയിലേക്ക് പോകാനും തിരുമേനിക്ക് സാധിച്ചെങ്കിൽ അത് തിരുമേനിയുടെ വിശ്വാസത്തിൻ്റെയും ആ വിശ്വാസ ജീവിതത്തിൻ്റെയും സമ്മാനമായി തിരുമേനിക്ക് നൽകപ്പെട്ട
ഭാഗ്യമരണ അനുഗ്രഹമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തിരുമേനിയുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ എൻ്റെ സ്നേഹപ്രണാമത്തെ ഞാൻ സമർപ്പിക്കുന്നു. നമസ്കാരം.